പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നാറാണത്ത് ഭ്രാന്തൻ കല്ല് ഉരുട്ടിയ തത്വത്തെയാണ് വിചാരം ചെയ്യുന്നത്. നാറാണത്ത് യാത്രാമധ്യേ രായിരനല്ലൂർ മലയുടെ അടിവാരത്തിൽ എത്തി. അവിടെ ഒരു ഉരുണ്ട കരിങ്കല്ലുണ്ടായിരുന്നു. നാറാണത്ത് ആ കല്ലിനെ മലയുടെ ഉയരത്തിലേക്ക് ഉരുട്ടിക്കയറ്റാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ നോക്കി നിൽക്കുകയും ചെയ്തു. കുറച്ച് ഉരുട്ടി കയറ്റിയാൽ ക്ഷീണിക്കും, അല്പം വിശ്രമിക്കും, വീണ്ടും ഉരുട്ടും, വിശ്രമിക്കും. അങ്ങനെ പല ആവൃത്തിയിലൂടെ കല്ല് മുകളിൽ എത്തിച്ചു. കാണികളും മുകളിലെത്തി. കാണികളുടെ മനസ്സിൽ അദ്ദേഹം എന്തോ മാജിക് കാണിക്കാൻ പോകുന്നു എന്നതായിരുന്നു ചിന്ത. അല്പം വിശ്രമം കഴിഞ്ഞപ്പോൾ ആ കല്ലിനെ ഉരുട്ടി താഴേക്ക് വിട്ടു. കല്ല് പോകുന്ന വേഗത കണ്ട് കൈ കൊട്ടി ചിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉഷിഞ്ഞതും താടിയിലൂടെ വായിൽ മുറുക്കാൻ ഉമിഴ്നീര് ഒലിച്ചിറങ്ങി ഒരു വൃത്തിഹീനമായ ഒരു ആളായി കാണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് എന്തോ ഭ്രാന്താണെന്ന് അവിടെ കൂടി നിന്നവർ മനസ്സിലാക്കി. വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഭ്രാന്തനല്ല. അദ്ദേഹം ആത്മജ്ഞാനം നേടിയ ഒരു മഹാത്മാവാണ്. കല്ല് ഉരുട്ടിയതിൻ്റെ പിന്നിലെ ഒരു തത്വമുണ്ട്. ആത്മീയ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് ഏകാന്തതയിൽ വേണം താമസിക്കേണ്ടത്. സാധനകൾ ഇടപെടാതെ അനുഷ്ഠിക്കണം. അല്പം പിഴച്ചാൽ ഉയരത്തിൽ എത്തിക്കാൻ അനവധി പ്രയത്നം വേണ്ടി വന്നത് പോലെയല്ല താഴെ പോകാൻ സെക്കൻഡ് കൊണ്ട് കല്ല് താഴെ എത്തി എന്ന പോലെ ആത്മീയ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ ഇടപെടാതെ വിചാരം ചെയ്തും തപസ് അനുഷ്ഠിച്ചും വേണം ചെയ്യേണ്ടത്. അതല്പം പിഴച്ചു പോയാൽ കല്ല് അതപ്പതിച്ചതുപോലെ പെട്ടെന്ന് അതപ്പതിച്ചു പോകും. ഈ തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആത്മജ്ഞാനികൾ ഈശ്വരനെ കാണുന്നവരും ഈശ്വര തുല്യരുമാണ്. അതിനാൽ അദ്ദേഹത്തിന് ദേവി ദർശനം കൊടുത്തു. ഈ സംഭവം തുലാം മാസം 1-ാം തീയതി നടന്നതായാണ് പ്രമാണം. അതിൻ്റെ സ്മരണയ്ക്കായി തുലാം 1-ാം തീയതി ആളുകൾ മല കയറുന്നു. ഇനി ഇദ്ദേഹത്തിന് ഒരുപാട് സിദ്ധികളും അനുഭവ കഥകളുമുണ്ട്. അത് നമുക്ക് ഒരു കഥയെ കൂടി വിചാരം ചെയ്യാം. ഇദ്ദേഹം ഒരിക്കൽ ഭിക്ഷാടനം നടത്തി ഒരു രാത്രിയിൽ ഒരു ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ശവദാഹം കഴിഞ്ഞ് ആളുകൾ പോയതേ ഉള്ളൂ. അതിനാൽ തീയും വിറകുകൊള്ളികളും അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെ പറ്റിയ സ്ഥലമെന്ന് നാറാണത്തെ ഭ്രാന്തൻ തീരുമാനിച്ചു. അവിടെ ഒരു ഓരത്തിൽ 3 കല്ല് വെച്ച് അടുപ്പ് കൂട്ടി ഭിക്ഷാടനം നടത്തുന്ന ചെമ്പ് പാത്രത്തിൽ അടുത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒന്നായി തന്നെ അടുപ്പിൽ വെച്ചു. തണുപ്പ് കാലമാകയാൽ തീയും കാഞ്ഞ് ഇടത് കാലിന് മന്ത് ഉണ്ടായിരുന്നതിനാൽ ആ കാല് ഒരു അടുപ്പ് കല്ലിൽ കയറ്റി വെച്ച് മൂളിപ്പാട്ടും പാടി ഉറക്കം തൂങ്ങി ഇരിപ്പായി. അർദ്ധരാത്രി വന്നു. ചുടലഭദ്രകാളി പിശാചികളുമായി ആർത്ത് തിമിർത്ത് അവിടെ എത്തി. അവരുടെ അട്ടഹാസവും അലർച്ചകളും കേട്ടിട്ടൊന്നും നാറാണത്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ആത്മജ്ഞാനം നേടിയവർക്ക് തൃക്കും ദൃശ്യവും ഒന്നാണല്ലോ. പതിവില്ലാതെ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് ഭദ്രകാളി കണ്ടു. ആരാണ് ഇവിടെ ഇരിക്കുന്നത്? വേഗം എണീറ്റു പോകണം എന്ന് പറഞ്ഞു. നാറാണത്ത്, നിങ്ങൾക്ക് കണ്ണില്ലേ? ഞാൻ ഒരു മനുഷ്യനാണ്. അർദ്ധരാത്രി എവിടെ പോകാനാണ്? ഭദ്രകാളി പറഞ്ഞു. ഞങ്ങൾ പേടിപ്പിക്കും. എന്നാൽ പേടിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാറാണത്ത് പറഞ്ഞു. ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഭദ്രകാളി പറഞ്ഞു. എന്നാൽ അതൊന്നും ഞാൻ കാണട്ടെ. ഇത് കേട്ടതോടെ ഭദ്രകാളിക്ക് കോപം വന്നു. ഇവനെ ഒന്ന് പേടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് തീർച്ചയാക്കി. എല്ലാവരും കൂടി തീക്കനൽ ചീറ്റുന്ന കണ്ണുകളെ തുറച്ചും ഇഴിച്ചും രക്തവർണ്ണങ്ങളായി നാവുകളെ വളച്ചും കടിച്ചും ചന്ദ്രകല പോലെ വളഞ്ഞ വലിയ ദംഷ്ണങ്ങളെ പല്ലുകളെയും പുറത്തേക്ക് തള്ളിയും
വലിയ അട്ടഹാസത്തോടു കൂടിയും നാറാണത്തിനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നു. നാറാണത്ത് ഇത് കണ്ടിട്ടൊന്നും ലെവലേശം പേടിച്ചില്ല. ഭദ്രകാളിയും പരിവാരങ്ങളും നാണം കെട്ട് തല താഴ്ത്തിക്കൊണ്ട് നിന്നു. എന്താ, പേടിപ്പിച്ച് കഴിഞ്ഞുവോ? നാറാണത്ത് ചോദിച്ചു. അല്ലയോ മഹാത്മാവേ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ലെന്നും എല്ലാം സന്യസിച്ച ആളാണെന്നുമുള്ളത് അറിയാതെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും പുറത്ത് ഇവിടെ നിന്നും മാറിത്തരണം. ഇത് ഞങ്ങളുടെ നൃത്തസ്ഥലമാണ്. ഞങ്ങൾ നൃത്തം വെക്കാൻ വന്നതാണ് എന്ന് ഭദ്രകാളി പറഞ്ഞു. അതിനെന്താ, നിങ്ങൾ നൃത്തം വെച്ചോളും, ഞാൻ പോകണമെന്നില്ലല്ലോ, നാറാണത്ത് പറഞ്ഞു. മനുഷ്യർക്കാണെങ്കിൽ നൃത്തം വെക്കുന്നത് വിഹിതമല്ല, അതിനാലാണ് പോകാൻ പറഞ്ഞത്, ഭദ്രകാളി പറഞ്ഞു. എന്നാൽ നൃത്തം നാളെ മതി, ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പോകുന്നില്ല, നാറാണത്ത് പറഞ്ഞു. നൃത്തം നാളെ പോരാ, ഇന്നാണ് പതിവ്. എന്നാൽ പതിവ് പോലെ ആവട്ടെ, ഞാൻ പോവുകയുമില്ല. എനിക്കും ചില പതിവുകളുണ്ട്. ഭിക്ഷാടനം ചെയ്ത് കിട്ടുന്ന അരി അന്തിക്ക് എത്തിപ്പെടുന്ന ദിക്കിൽ താമസിച്ച് വേവിക്കുക, അവിടെ തന്നെ ഇരുന്ന് ഭക്ഷിക്കുക, അവിടെ തന്നെ ഉറങ്ങുക. ഈ പതിവും മാറ്റാൻ സാധ്യമല്ല, നാറാണത്ത് പറഞ്ഞു. അല്ലയോ മഹാത്മാവേ, അങ്ങ് ഒഴിഞ്ഞു പോവാത്തതിനാൽ ഞങ്ങൾ ഒഴിഞ്ഞു പോവാനാണ് നിശ്ചയിച്ചത്. മനുഷ്യരുടെ മുകളിലാണല്ലോ ദൈവങ്ങളുടെ സ്ഥാനം. അതിനാൽ മനുഷ്യരെ നേരിൽ കണ്ടാൽ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ഏതെങ്കിലും ഒന്ന് ചെയ്തു വേണം പോവാൻ. ദിവ്യനായ അങ്ങയെ ശപിക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, അനുഗ്രഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ അവിടേക്ക് എന്താണ് ആവശ്യപ്പെട്ടാലും. ഭദ്രകാളി പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളി. എനിക്ക് ചോറ് കാലമായിരിക്കുന്നു, ഞാൻ ഉണ്ണട്ടെ, നാറാണത്ത് പറഞ്ഞു. അയ്യോ, അവിടെ നിന്ന് അങ്ങനെ പറയരുത്. ദയ ഉണ്ടായി എന്തെങ്കിലും ഒരു വരം വാങ്ങണം, ഭദ്രകാളി പറഞ്ഞു. നാശം, ഇതുകൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോവാനായി ഒരു വരം വാങ്ങിയേക്കാം എന്ന് കരുതി ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ, നാറാണത്ത് ചോദിച്ചു. ഓഹോ, ഇനി 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും എന്ന് ഭദ്രകാളി പറഞ്ഞു. എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് അതിന് അനുഗ്രഹിക്കണം എന്ന് നാറാണത്ത് പറഞ്ഞു. ബ്രഹ്മദേവൻ വിചാരിച്ചാൽ പോലും ഒരു മാത്ര കൂട്ടാൻ സാധ്യമല്ല, പിന്നെ ഞങ്ങളാൽ എങ്ങനെ സാധിക്കുന്നതാണ്, ഭദ്രകാളി പറഞ്ഞു. എന്നാൽ വേണ്ട, ഒരു ദിവസം നേരത്തെ മരിക്കാൻ അനുഗ്രഹിച്ചാലും, നാറാണത്ത് പറഞ്ഞു. അതിനും ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഭദ്രകാളി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ അനുഗ്രഹം എന്തിനാണ്? എനിക്കറിയാം, നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മ. എന്തായാലും അവരുടെ നിർബന്ധമനുസരിച്ച് നാരായണത്ത് ഒരു വരം ആവശ്യപ്പെട്ടു. ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിൽ വെച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ ഭദ്രകാളി അത് അനുഗ്രഹിച്ചു. കൂട്ടരും യാത്രയായി. മഹാത്മാക്കളുടെ സ്ഥാനം ബ്രഹ്മതലമാണ് എന്ന് പറഞ്ഞുവല്ലോ. ദേവകൾ അതിലും താഴെയാണ്. ദൈവങ്ങൾ മനുഷ്യരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ ദൈവങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ നാറാണത്ത് മനുഷ്യ ശരീരത്തിൽ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കാനായി ഇരുന്നുവെന്നേ ഉള്ളൂ. പ്രാരബ്ധം അനുഭവിച്ച് തീരും വരെയും ശരീരം ഉപേക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. അദ്ദേഹം 3 ലോകത്തെയും മനസ്സാ സന്യസിച്ചിരുന്ന മഹാത്മാവാണ്. ഈ കഥയിലൂടെ പൂർവജന്മ കർമ്മഫലം അനുസരിച്ച് ഈശ്വരനാൽ മുമ്പ് കൽപ്പിച്ച പ്രാരബ്ധ ഫലങ്ങളെ അല്ലാതെ മറ്റൊന്നും അനുഭവിപ്പാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കാമല്ലോ. അതിനാൽ ദൈവങ്ങളെയല്ല ഭയക്കേണ്ടത്, കർമ്മത്തെയാണെന്ന് എല്ലാവരും അറിയണം. ഹരി ഓം.